നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏതവന്റെ സർക്കാരായാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കൈവച്ചാൽ കളി മാറുമെന്ന് കേരളം കട്ടായം കടുപ്പിച്ചതോടെ കലി പൊട്ടി വിജയ് സർക്കാർ കേരളത്തിനിട്ട് പണിയുന്നു. അരിക്കും പച്ചക്കറിക്കും തുടങ്ങി പലതിനും തമിഴ്നാടിനെ ആശ്രയിക്കുന്നവരാണ് കേരളം. നമ്മുടെ മർമ്മത്തടിക്കുന്ന പണിയാണ് വിജയ് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. ക്വാറി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് തമിഴ്നാട് സർക്കാർ അടിയന്തരമായി വിലക്ക് ഏർപ്പെടുത്തിയതോടെ സംസ്ഥാനത്ത് പാറ ഉൽപ്പന്നങ്ങൾക്ക് അതിരൂക്ഷമായ ക്ഷാമവും വൻ വിലക്കയറ്റവും. കേരളത്തെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി തമിഴ്നാട് പയറ്റുന്ന അടവാണിതെന്ന് ആരോപണം ശക്തമാകുന്നു. വെള്ളത്തിന്റെ പേരിൽ അടിക്ക് വഴിവെച്ചിരിക്കുകയാണ് തമിഴ്നാടിന്റെ ഇത്തരം നടപടികൾ. അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കുമെന്ന കടുംപിടുത്തത്തിലാണ് തമിഴ്നാട് സർക്കാർ നിൽക്കുന്നത്. കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ ജലബോംബാണ് മുല്ലപ്പെരിയാർ. വെള്ളത്തിനു വേണ്ടി അണക്കെട്ടിൽ തന്നിഷ്ടം കാണിക്കാനാണ് തമിഴ്നാട് ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ബലക്ഷയമുള്ള ഡാമിൽ ജലനിരപ്പ് ഉയർത്തുന്നത് അപകടമാണെന്ന് കേരളം ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിനെ നിസാരവൽക്കരിച്ച് അണക്കെട്ടിൽ ഞങ്ങൾക്ക് സൗകര്യമുള്ളത് ചെയ്യുമെന്ന തമിഴ്നാടിന്റെ പണി 8 മടക്കി പോക്കറ്റിലിട്ടോളണം. 4 ജില്ലകളുടെ നാശത്തിന് വഴിവെക്കുന്ന കേരളത്തിന്റെ ഭീതിയായി നെഞ്ചിടിപ്പായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ വെച്ച് ധാർഷ്ട്യവും രാഷ്ട്രീയവും കളിക്കരുത് തമിഴ്നാട്. എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ നെഞ്ചിലെ തീ തന്നെയാണ് മുല്ലപ്പെരിയാർ. ഓരോ മഴക്കാലത്തും മലയാളി ഭയപ്പാടോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. ഏറ്റവും മാന്യമായ രീതിയിലാണ് കേരളം ഈ വിഷയത്തിൽ തമിഴ്നാടിനോട് എല്ലാ കാലത്തും ഇടപെട്ടിരിക്കുന്നത്. തമിഴ്നാടിന് ആവശ്യത്തിലധികം വെള്ളം നൽകാമെന്നും എന്നാൽ ഡാമിന്റെ ബലക്ഷയം അത് കൃത്യമായി പഠിച്ച് പുതിയ ഡാമിന്റെ കാര്യങ്ങളിലേക്ക് കടക്കണം, പുതിയ ഡാം വേണം എന്നുള്ള ആവശ്യമാണ് കേരളം ഉയർത്തുന്നത്. അത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ജലം നൽകാമെന്ന് പറഞ്ഞിട്ടുകൂടി തമിഴ്നാട് ധാർഷ്ട്യം കാണിക്കുകയാണ്. ജലനിരപ്പ് ഉയർത്തുന്നതിന് തടസ്സം നിന്നാൽ കേരളത്തിന്റെ കഞ്ഞികൂടി മുട്ടിക്കും എന്ന നെറികേട് തമിഴ്നാട് കാണിക്കുന്നു. ക്വാറി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് തമിഴ്നാട് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ കേരളം ചുറ്റിപ്പോകുന്ന സാഹചര്യമാണ്. നിർമ്മാണ സാമഗ്രികളുടെ കാര്യത്തിൽ കടുത്ത നിലപാടെടുത്തത് കേരളത്തിലെ വികസന പദ്ധതികളെയും ചെറുകിട നിർമ്മാണങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുകയാണ്. വിലക്കയറ്റത്തിന്റെ പ്രഹരം ആദ്യം ഏറ്റുവാങ്ങിയത് കൊല്ലം ജില്ലയാണ്. ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വീണ്ടും വില കൂട്ടി. ഒരു ഘനയടി എംസാൻഡ്, മെറ്റൽ, കരിങ്കല്ല് എന്നിവയ്ക്കെല്ലാം 2 രൂപ വീതമാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. തമിഴ്നാടിന്റെ 3 മാസത്തെ കയറ്റുമതി വിലക്ക് പ്രാബല്യത്തിൽ വന്നതോടെയാണ് വിപണിയിൽ തക്കം പാർത്തുള്ള ഈ വിലക്കയറ്റം. കൊല്ലത്ത് മാത്രം ഒരു ഘനയടി മെറ്റലിനും എംസാൻഡിനും ജൂലൈ മാസത്തിൽ 3 തവണയായി 9 രൂപയുടെ വർധന വരുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച 2 രൂപ കൂടി വർദ്ധിപ്പിച്ചത്. ഇതോടെ വെറും 1.5 മാസത്തിനിടെ 200 ഘനയടിയുടെ ഒരു ലോഡ് ക്വാറി ഉൽപ്പന്നത്തിന് 2200 രൂപയുടെ അധിക ഭാരമാണ് ഉപഭോക്താക്കൾക്ക് ചുമക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ അപ്രതീക്ഷിത തിരിച്ചടി സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളുടെ വേഗത കുറയ്ക്കുമെന്ന് ഉറപ്പായി. ദേശീയപാത 66 നവീകരണം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ വികസനം, പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകളുടെ പുനരുദ്ധാരണം, തിരുവനന്തപുരം കന്യാകുമാരി, എറണാകുളം അമ്പലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കൽ തുടങ്ങി സ്വപ്ന പദ്ധതികളെല്ലാം കടുത്ത പ്രതിസന്ധി നിഴലിലാണ്. തമിഴ്നാട്ടിലെ അതിർത്തി ജില്ലകളായ തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി എന്നിവിടങ്ങളിലെ ക്വാറികളെയാണ് ദേശീയപാത നിർമ്മാണത്തിനടക്കം കേരളം പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള കരിങ്കല്ലിന്റെയും മെറ്റലിന്റെയും വരവ് പൂർണ്ണമായി നിലച്ചതോടെ കരാറുകാർ എന്ത് ചെയ്യണമെന്നറിയാതെ കൈമലർത്തുകയാണ്. നാടിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടുത്ത ഘട്ട വികസനം ഇതോടെ താളം തെറ്റുന്ന അവസ്ഥയിലാണ്. പുലിമുട്ട് നിർമ്മാണത്തിന് മാത്രം 50 ലക്ഷം ടൺ പാറ ആവശ്യമാണ്. എന്നാൽ ഇതിനോടകം 15 ലക്ഷം ടൺ മാത്രമേ എത്തിക്കാനായിട്ടുള്ളൂ. ബാക്കി തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കാമെന്ന പ്രതീക്ഷയ്ക്കാണ് ഇപ്പോൾ അടിയന്തര വിലക്കിലൂടെ തിരിച്ചടിയേറ്റിരിക്കുന്നത്. കേരളത്തിലെ നിലവിലെ ക്വാറി പ്രതിസന്ധിയാണ് സ്ഥിതിഗതികൾ ഇത്രത്തോളം വഷളാക്കിയത്. സംസ്ഥാനത്ത് നിലവിൽ 500-ൽ താഴെ ക്വാറികൾ മാത്രമാണ് നിയമപരമായി പ്രവർത്തിക്കുന്നത്. ഇവയിലെ ഉൽപാദനം കൊണ്ട് കേരളത്തിലെ മൊത്തം ആവശ്യത്തിന്റെ പകുതി പോലും നികത്താൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങളുടെ ആഭ്യന്തര വികസന ആവശ്യങ്ങൾക്ക് ക്ഷാമം നേരിടുന്നുണ്ടെന്നും അതിർത്തി കടന്നു പോകുന്ന അമിത ഭാരം കയറ്റിയ ലോറികൾ കാരണം റോഡുകൾ തകരുന്നുണ്ടെന്നുമാണ് കയറ്റുമതി വിലക്കിന് ന്യായീകരണമായി തമിഴ്നാട് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന തമിഴ്നാട് നയം പക്ഷേ കേരളത്തിന്റെ നിർമ്മാണ മേഖലയുടെ നട്ടെല്ലൊടിക്കുകയാണ്. ഇതുവരെയും ഇത്തരത്തിലുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും തമിഴ്നാട് പറഞ്ഞിരുന്നില്ല.
എന്നാൽ ഇപ്പോൾ വിജയ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഒരു വിള്ളൽ ഉണ്ടായതോടെയാണ് തമിഴ്നാട് സർക്കാർ ഇത്തരത്തിലുള്ള കടുംപിടുത്തങ്ങൾ പുറത്തെടുക്കുന്നത്. അത് കേരളത്തിനിട്ട് പണിയാനുള്ള നീക്കമാണെന്ന് തന്നെ വലിയ ആരോപണമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. വൻകിട പദ്ധതികളെ മാത്രമല്ല, സ്വന്തമായി ഒരു കൊച്ചു വീടെന്ന സ്വപ്നവുമായി ഇറങ്ങിത്തിരിച്ച സാധാരണക്കാരെയും ഇത് കണ്ണീരിലാഴ്ത്തുന്നു. വീട് നിർമ്മാണം, പ്രാദേശിക റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള ചെറുകിട കരാറുകാർക്ക് കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ ക്ഷാമവും ഉയർന്ന വിലയും താങ്ങാനാകുന്നില്ല. പലയിടത്തും പണികൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ കേരളത്തിലെ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് കരാറുകാരും വ്യാപാരികളും മുന്നറിയിപ്പ് നൽകുന്നു. തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തി തടസ്സങ്ങൾ നീക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികൾക്ക് വൻ തീവില നൽകേണ്ടി വരും. ഇത് താങ്ങാൻ കരാറുകാർക്കും മറ്റുള്ളവർക്കും കഴിയാത്തൊരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. വിജയുടെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാവരെയും രക്ഷിക്കുന്ന സിനിമകളൊക്കെയാണ്. വീട് രക്ഷിക്കുന്നു, നാട് രക്ഷിക്കുന്നു, രാജ്യം രക്ഷിക്കുന്നു, അങ്ങനെ എല്ലാവരെയും രക്ഷിക്കുന്ന എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഹീറോയിസം ഒക്കെ സിനിമയിൽ മാത്രമാണ്. പക്ഷേ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയപ്പോൾ ജോസഫ് വിജയുടെ നിലപാടുകളിലും നടപടികളിലുമൊക്കെ മാറ്റം വരുന്നു. പ്രത്യേകിച്ച് ഒരു മാനുഷിക പരിഗണന പോലും നൽകാതെയുള്ള ചില കടുംപിടുത്തങ്ങൾ വിജയിൽ നിന്നുണ്ടാകുന്നുണ്ട്. മുല്ലപ്പെരിയാർ എന്ന വിഷയം അത് കേരളത്തിന്റെ എക്കാലത്തെയും പ്രഥമ വിഷയം തന്നെയാണ്. നിങ്ങൾ മുല്ലപ്പെരിയാറിൽ കടുംപിടുത്തം പിടിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമായതുകൊണ്ട് ഞങ്ങളും കടുംപിടുത്തം പിടിക്കേണ്ടി വരും. അപ്പോൾ കേരളത്തിനിട്ട് പണിയാം, ഞങ്ങൾ അരി കൊടുക്കില്ല, പച്ചക്കറി കൊടുക്കില്ല, മറ്റ് സാമഗ്രികൾ ഒന്നും തന്നെ കൊടുക്കില്ല എന്നുള്ള നിലപാടെടുക്കുമ്പോൾ അത് ഒരു സംസ്ഥാനം, പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളാണ്, മറ്റൊരു സംസ്ഥാനത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതയായി മാറിപ്പോകുമത്. മുല്ലപ്പെരിയാറിൽ നിന്നും കാവേരിയിൽ നിന്നും വെള്ളം തടസ്സമില്ലാതെ ഒഴുകിയെത്തണമെന്ന വാശി പിടിക്കുകയാണ് തമിഴ്നാട്. വിജയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ്. തമിഴ്നാടിന്റെ താൽപര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് നിലവിലുള്ള അണക്കെട്ട് ബലപ്പെടുത്തണമെന്ന മുൻ സർക്കാരുകളുടെ അതേ പരമ്പരാഗത നിലപാട് തന്നെയാണ് വിജയ് സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളത്തെ ഒരു സാഹചര്യത്തിലും അനുവദിക്കില്ല എന്ന് വിജയ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പ് ഘട്ടം ഘട്ടമായി ഉയർത്താൻ തമിഴ്നാട് ശ്രമിക്കുമെന്ന് ആദ്യ ബജറ്റിലൂടെ തന്നെ വിജയ് തന്റെ നിലപാട് പ്രഖ്യാപിച്ചതുമാണ്. ബേബി ഡാം ബലപ്പെടുത്തൽ, പ്രധാന അണക്കെട്ടിലെ ഗ്രൗട്ടിംഗ് ജോലികൾ എന്നിവ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനായുള്ള സാമഗ്രികൾ എത്തിക്കുന്നതിലും മരമുറി അനുമതിയിലും കേരളം തടസ്സം നിൽക്കുന്നുവെന്നാരോപിച്ച് വിജയ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ചർച്ചകൾക്കുള്ള സാധ്യത തമിഴ്നാടിന്റെ ഈ കർശന നിലപാടിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മുല്ലപ്പെരിയാർ സമരസമിതിയും ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കേരള ജനതയുടെ ജീവനും സുരക്ഷയും മുൻനിർത്തി പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്നത് തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ ആവശ്യവും നിലപാടും അതുതന്നെയാണ്. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള നിലവിലുള്ള അണക്കെട്ടിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല എന്ന് ജലനിരപ്പ് ഉയർത്താനുള്ള തമിഴ്നാടിന്റെ നീക്കങ്ങളെ എതിർത്തുകൊണ്ട് തന്നെയാണ് കേരളം വ്യക്തമാക്കിയിരിക്കുന്നത്. മുല്ലപ്പെരിയാറിന്റെ പല ഭാഗത്തായി വിള്ളലുകളുണ്ട്. വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മുല്ലപ്പെരിയാറിന് അതിനെ താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തമിഴ്നാടിന് പ്രശ്നമില്ല, കേരളമാണ് മുങ്ങുന്നത്. 4 ജില്ലകൾ പൂർണ്ണമായും ഇല്ലാതായി പോകും. കേരളം പാതാള കുഴിയിലേക്ക് വീഴുന്നതിന് സമാനമായി പോകും അത്തരമൊരു സാഹചര്യം. അതൊഴിവാക്കാൻ വേണ്ടിയാണ് എത്രയോ കാലങ്ങളായി കേരളം ആവശ്യപ്പെടുന്നു പുതിയ ഡാം എന്ന ആവശ്യം. എന്നാൽ തമിഴ്നാട് അതിന് തടസ്സം നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവൻ വെച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജലനിരപ്പ് 142 അടിക്ക് മുകളിലേക്ക് ഉയർത്താൻ അനുവദിക്കില്ല എന്ന് കേരളം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിജയ് സർക്കാർ പറയുന്നത് 152 അടിയിലേക്ക് ഉയർത്തും എന്നാണ്. തമിഴ്നാടിന് അർഹമായ വെള്ളം നൽകാൻ തയ്യാറാണ് കേരളം. എന്നാൽ കേരളത്തിന്റെ സുരക്ഷയ്ക്ക് പ്രധാന സ്ഥാനം കൊടുക്കണം. ബേബി ഡാം ബലപ്പെടുത്തുന്നതിനായി മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും കേരളം സഹകരിക്കുന്നില്ല എന്ന് ഇപ്പോൾ തമിഴ്നാട് കോടതിയെ സമീപിച്ചുകൊണ്ട് ആരോപിക്കുന്നത് വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇത്തരം നടപടികൾ കൊണ്ട് എത്തിക്കുന്നത്.
ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ളതാണെന്നും സുരക്ഷിതമല്ല എന്നുമാണ് കേരളത്തിന്റെ വാദം. അതായത് നമുക്കറിയാം, മഴ പെയ്യുമ്പോൾ പോലും അവിടെ വൃഷ്ടി പ്രദേശത്ത് മഴ അതിശക്തമാകുമ്പോൾ നീരൊഴുക്ക് പെട്ടെന്നാണ് കൂടുന്നത്. ഇത് തന്നെ വലിയ പ്രതിസന്ധിയാണ്. ഇത് മാത്രമല്ല, മുൻപ് പലതവണ ഈ ഡാമിന്റെ പ്രദേശത്ത് ചെറിയ തീവ്രത, അതായത് ഭൂചലനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്റ്റാലിന്റെ കാലത്തും വിട്ടുവീഴ്ചയ്ക്ക് തമിഴ്നാട് തയ്യാറായിരുന്നില്ല അണക്കെട്ടിന്റെ വിഷയത്തിൽ. എന്നാൽ കേരളവുമായി ഈ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുമ്പോഴും നല്ല ബന്ധം പുലർത്താൻ സ്റ്റാലിൻ ശ്രമിച്ചിരുന്നു. എന്നാൽ വിജയ് നേരെ തിരിച്ചാണ്. ഏതോ സിനിമാ ഡയലോഗും അതുപോലെ തന്നെ ഹീറോയിസവും കാണിക്കുന്നത് പോലെയാണ് നിയമസഭയിൽ ചെന്ന് മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ വിജയ് നടപടികൾ സ്വീകരിക്കുന്നത്. പൊടുന്നനെ ഞങ്ങൾ അങ്ങ് 152 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തും എന്നൊക്കെയുള്ള കർക്കശ നിലപാടുകൾ. നിലവിൽ വിദഗ്ധരുടെയും സുപ്രീം കോടതിയുടെയും കണ്ടെത്തലുകൾ പ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ട് ഘടനാപരമായി സുരക്ഷിതമാണ് എന്ന നിലപാടാണ് തമിഴ്നാടിനുള്ളത്. അത് തമിഴ്നാടിന്റെ പറച്ചിലാണ്. പക്ഷെ ഇങ്ങ് കേരളത്തിലുള്ളവനറിയാം ഉള്ളു പൊള്ളുന്നത്. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും അത്യന്താപേക്ഷിതമായതിനാൽ അണക്കെട്ട് പരിപാലിക്കാനും കോടതി അനുവദിച്ച അളവ് വരെ വെള്ളം സംഭരിക്കാനും തമിഴ്നാടിനെ അനുവദിക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെടുന്നു. തേനി, മധുര, ദിണ്ടിഗൽ, രാമനാഥപുരം തുടങ്ങിയ ജില്ലകളിലെ കർഷകരുടെ ഉപജീവന മാർഗ പ്രശ്നമാണിത്. പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളം നടത്തുന്ന സമ്മർദ്ദം 1886 കരാറിന് വിരുദ്ധമാണ്. തമിഴ്നാട് ദീർഘകാലമായി ഉറച്ചു നിൽക്കുന്ന ഈ നിലപാടുകളിൽ തന്നെയാണ് വിജയും നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിയമസഭയിൽ ഇങ്ങനെ ഹീറോയിസം കാണിച്ചേ മതിയാകൂ വിജയ്ക്ക്. സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ളവരുടെ വോട്ടാണ് വിജയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കാർഷിക വൃത്തിയിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്ന ഈ ജനതയെ സംബന്ധിച്ച് മുല്ലപ്പെരിയാറിലെ വെള്ളം ഒരു വികാരമാണ്. കേരളത്തിന്റെ പുതിയ അണക്കെട്ട് നിർദ്ദേശത്തെ ജനങ്ങൾ ഭീതിയോടെയാണ് കാണുന്നത് തമിഴ്നാട്ടിലെ. ഈ ആശങ്കയെ ഏറ്റെടുക്കാതിരിക്കാൻ വിജയ്ക്ക് കഴിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ദൗർബല്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. 126 വർഷം പഴക്കമുള്ള അണക്കെട്ടാണിത്. ഇതിന് പരിഹാരം പുതിയ ഡാം ആണെന്ന് കേരളം പറയുമ്പോൾ ആ വാദത്തെ എതിർക്കുകയാണ്, അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് തമിഴ്നാട് സർക്കാർ. പിണറായി സർക്കാരിന്റെ കാലത്തും മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിനെ സുഖിപ്പിക്കുന്ന നിലപാടൊക്കെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. UDF സർക്കാരും അതേ പാതയിലാണ് പോകുന്നത്. കാരണം തമിഴ്നാടിനെ താങ്ങിയാലേ കോൺഗ്രസിന് നിലനിൽപ്പുള്ളൂ. ഭരണകൂടത്തിന് മുല്ലപ്പെരിയാർ ഒരു വിഷയമേ അല്ല. വിഷയം ആർക്കാണ്? കേരളത്തിലെ ജനങ്ങൾക്കാണ്. അണക്കെട്ട് വിഷയത്തിൽ കേരളത്തിനെതിരായ നിലപാടാണ് ജലവിഭവ വകുപ്പ് മന്ത്രി എടുത്തിരിക്കുന്നത് എന്ന് മുല്ലപ്പെരിയാർ ജലസംരക്ഷണ സമിതി ആരോപിക്കുന്നുണ്ട്. സംസ്ഥാന താൽപര്യത്തിനെതിരായി പ്രസ്താവന നടത്തിയ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് മാപ്പ് പറയണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിൽ നിന്ന് താഴ്ത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി സംസ്ഥാനം സുപ്രീം കോടതിയിൽ നടത്തിവരുന്ന നിയമ പോരാട്ടത്തിനെ തുരങ്കം വെച്ചുകൊണ്ടാണ് ജലനിരപ്പ് 142 അടിയിൽ കൂടുവാൻ കേരളം അനുവദിക്കില്ല എന്ന് മന്ത്രി നിലപാടെടുത്തത്. ഇത് കാലങ്ങളായി കേരളം സ്വീകരിച്ചു വന്ന നിലപാടിനെതിരാണ്. കേരള താൽപര്യം ബലി കഴിച്ചുകൊണ്ട് 1970 നിയമസഭയിൽ പോലും ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ തമിഴ്നാടിന്റെ താൽപര്യം മാത്രം സംരക്ഷിച്ചുകൊണ്ട് വേണ്ടത്ര ഭേദഗതികൾ വരുത്താതെ 999 വർഷ പാട്ടക്കരാർ പുതുക്കി നൽകിയത് ദുരൂഹമാണ്. 50 വർഷം മാത്രം ആയുസ് നിർണയിച്ച അണക്കെട്ട് 131 വർഷം പിന്നിടുമ്പോഴും ഡീകമ്മീഷൻ ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുന്നതിൽ മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ ഗുരുതരമായ അലംഭാവമാണ് കാട്ടുന്നതെന്നും മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റോയ് വാരിക്കോട്ട് ആരോപിച്ചു. സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായ അണക്കെട്ടിന്റെ നിലവിലെ അപകടാവസ്ഥ കേന്ദ്ര സർക്കാരിലും സുപ്രീം കോടതിയിലും ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാരുകൾ ബോധപൂർവമായ അലംഭാവമാണ് കാണിക്കുന്നത്. കേരളത്തിന് അനുകൂലമായ നിലപാടുകൾ ഇതുവരെ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകാത്തത് മനഃപൂർവമായ വീഴ്ചയുടെ ഭാഗമാണ്. സംസ്ഥാനത്തിന്റെ വാദമുഖങ്ങൾ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുന്നതിലുണ്ടായ വീഴ്ചയ്ക്ക് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണം. സംസ്ഥാനത്തിന് യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്തതും സംസ്ഥാനത്തിന്റെ സർവനാശത്തിന് കാരണമായതുമായ അണക്കെട്ടിന്റെ ബലക്ഷയ പരിശോധന 2012 ശേഷം തമിഴ്നാട് അനുവദിച്ചിട്ടില്ല. 1970 പുതുക്കിയ കരാർ പ്രകാരം 30 വർഷത്തിലൊരിക്കൽ ഡാമിന്റെ സുരക്ഷ പരിശോധിക്കേണ്ടതാണ്. എന്നാൽ 1970 ശേഷം ഫലപ്രദമായ പരിശോധനകൾ നടന്നിട്ടില്ല. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മേൽനോട്ട സമിതി ഡാമിന്റെ സുരക്ഷാ പരിശോധനയ്ക്കായി 2025 തമിഴ്നാട്ടിലെത്തിയപ്പോൾ തമിഴ്നാട് സർക്കാർ നിസ്സഹകരിച്ചതിനാൽ സമിതിക്ക് പരിശോധന നടത്താൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു.
136 അടിയിൽ കൂടുതൽ ജലനിരപ്പ് കൂട്ടാൻ കഴിയില്ല എന്ന കേരളത്തിന്റെ പ്രഖ്യാപിതമായ നയത്തെ തുരങ്കം വയ്ക്കുന്നതാണ് ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ നിലപാടെന്ന് ഈ സംഘം ആരോപിക്കുന്നത്. കേരളത്തിലെയും ദേശീയ തലത്തിലെയും മാധ്യമ പ്രവർത്തകരെ അണക്കെട്ട് സന്ദർശിക്കുവാൻ അനുവദിക്കണം. സംസ്ഥാന താൽപര്യത്തിനെതിരെ 1970 പുതുക്കിയ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് മുല്ലപ്പെരിയാർ ജലസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1995 തിരുവിതാംകൂർ മദിരാശി സർക്കാരുകൾ തമ്മിൽ ഒപ്പുവെച്ച കരാർ 1947 രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ അസാധുവായതാണ്. എന്നാൽ 1970 വിദഗ്ധ ഉപദേശം തേടാതെയും സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കാതെയും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നിലവിലെ കരാർ പുതുക്കുകയാണ് ചെയ്തത്. സംസ്ഥാന താൽപര്യം പൂർണ്ണമായും ബലികഴിച്ച നിലവിലെ കരാർ റദ്ദാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടാവസ്ഥയിലായ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും ഈ മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. ഇവിടുത്തെ ഒരു കൂട്ടം മനുഷ്യർ ഈ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണമെന്ന് നിരന്തരം ആവശ്യപ്പെടുമ്പോൾ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ഇതിലൊട്ടും താല്പര്യം കാണിക്കാതെ മാറി നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.